വളരെ ചിന്തനീയമായ ചില വിഷയങ്ങളാണ്. അതൊക്കെ പഠനാർഹമായ ചില വിഷയങ്ങളാണ്. മഹാനുഭാവൻ ഇവിടെ കടന്നു വന്ന 40 കൊല്ലത്തോളം ശരീഅത്ത് നടത്തി, പ്രബോധനം നടത്തി, ജനങ്ങളെ മുഴുവൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു, ഒരു സമൂഹമായി കൊണ്ടുവന്നു, ഒരൊറ്റക്കെട്ടിൽ നിലനിർത്തി. ദജ്ജാലിനെ ബാബുലുദ്ദി എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് വധിക്കുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹി അതൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുക. ഇനി കൊണ്ട് സംഭവിച്ചാൽ മതി. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അവസാന കാലഘട്ടം ഇതൊക്കെ ഇങ്ങനെ ചില അടയാളങ്ങൾ, ഇതൊക്കെ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെട്ടതാണ്. വഖ്സുമൻ ലം യൽഹർ വലം യൻഖലി, ഇതുവരെ വന്നിട്ടുമല്ല, ഇതുവരെ കഴിഞ്ഞു കടന്നിട്ടുമില്ല, ഇനി വരാനിരിക്കുന്ന ചില സംഭവങ്ങളാണ്. അതുപോലെ തന്നെ യഅ്ജൂജ് മഅ്ജൂജിന്റെ രംഗപ്രവേശനം, ഇതൊക്കെ ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളാണ്. ധാരാളം അടയാളങ്ങൾ അങ്ങനെയുണ്ട്. യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല ഉയർന്നു വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇനി നടക്കാൻ പോകുന്ന സംഭവമാണ്. യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല ഉയരും. അപ്പൊ ജനങ്ങൾ മുഴുവൻ അങ്ങോട്ട് ഓടും. ഇപ്പൊ തന്നെ ചിലപ്പോൾ നമുക്ക് മനസ്സിൽ അങ്ങനെ കരുതും, അല്ലേ, അതെവിടെയാണ് യൂഫ്രട്ടീസ്? അല്ലാഹു നാളെ നേരം വെളുത്ത ഫ്ലൈറ്റ് കയറി അങ്ങോട്ട് പോയേക്കാം. സംഭവം ഉയരും. ആര് പറഞ്ഞതാണ്? സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർണത്തിന്റെ ഒരു മല തന്നെ ഉയർന്നു വരും. ജനങ്ങൾ മുഴുവനും അങ്ങോട്ടേക്ക് ഓടും. ജനങ്ങൾ മുഴുവനും അങ്ങോട്ടേക്ക് ഓടും. എന്തിനു വേണ്ടി? ആ മലയിൽ നിന്ന് അല്പം സ്വർണമെന്ന് കരഗതമാക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ അന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പിൻഗാമികളുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം, അങ്ങോട്ട് ഓടരുത്. യുഖ്തലു 99 ഫിൽ മിഅ, 100ൽ 99% ആളുകളും അവിടെ നടക്കുന്ന യുദ്ധത്തിൽ മരണപ്പെട്ടു പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇങ്ങനെ ഞാനത് പറഞ്ഞത് ഇമാം മഹദി കാലം കാത്തിരിക്കുന്നു എന്നൊരു വിഷയം ഞാൻ പറഞ്ഞത് യൂട്യൂബിൽ, നിങ്ങളത് കേൾക്കണം. അതിൽ ധാരാളം ഇതുമായി ബന്ധപ്പെട്ടതുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ ചില സംഭവ വികാസങ്ങൾ നടക്കാനിരിക്കുന്നു, ലോകത്ത് സംഭവിക്കാനിരിക്കുന്നു. ഇതൊക്കെ വരാനുള്ള സംഭവങ്ങളാണ്. മൂന്നാമത്തെ കാറ്റഗറി വഖ്സുമൻ ലം യൽഹർ വലം യൻഖലി, ഇതുവരെ പ്രകടമായിട്ടുമില്ല, ഇതുവരെ കഴിഞ്ഞു കടന്നിട്ടുമില്ല. അങ്ങനത്തെ ചില അടയാളങ്ങൾ, അങ്ങനത്തെ ചില സംഭവ വികാസങ്ങൾ, അതാണ് ഇപ്പോൾ നമ്മൾ നിലകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ. കള്ളുകുടി അധികരിക്കുന്നത് പോലെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വ്യഭിചാരം അധികരിക്കുന്നത് പോലെ, പലിശയുമായിട്ടുള്ള ബന്ധപ്പെടൽ അധികരിക്കുന്നത് പോലെ, ഇതൊക്കെ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, വിഷയം ഭാഗ്യമുള്ള അവയവങ്ങൾ എന്നുള്ളതാണ്. ഭാഗ്യമുള്ള ഒരു അവയവം ഞാൻ പറഞ്ഞു തരട്ടെ. ഒന്ന് ഈ കണ്ണാണ്. ഭാഗ്യമുള്ള മറ്റൊരവയവം പറയട്ടെ, ഒന്ന് ഈ നാവാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഒരു ദിവസം പോരാ സത്യത്തിൽ. എന്നാലും ഞാനത് വളരെ ചുരുക്കി ഇൻഷാ അല്ലാഹ് ഒന്ന് പറയാം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നല്ലതുപോലെ ശ്രദ്ധിക്കണം. നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ ഇൽമു കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. 2 അവയവങ്ങളാണ്. ഒന്ന് നാവ്, മറ്റൊന്ന് കണ്ണ്. ഭാഗ്യമുള്ള 2 അവയവങ്ങൾ. എന്താണ് ഈ 2 അവയവങ്ങൾക്ക് മാത്രം ഭാഗ്യം? പറഞ്ഞു തരാം. ഇപ്പൊ കള്ളുകൂടിയെ പറഞ്ഞല്ലോ, കള്ളുകൂടി അധികരിക്കും അവസാന കാലഘട്ടം എത്തുമ്പോൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മൻ ശരിബൽ ഖമറ യൻസിഉ മിൻഹുൽ ഈമാൻ കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി സദഖ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബത്തേ ആരൊരുവനെ കള്ളു കുടിച്ചിട്ടുണ്ടോ, ലഹരി നുണഞ്ഞിട്ടുണ്ടോ, ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് നിനക്ക് നൽകിയതാണ് കേവലം ഒരു വിസ്കിയുടെ ബോട്ടിലാണ്, ഒരു കള്ളിന്റെ കുപ്പിയാണ്. നീ അല്പം കുടിച്ചാൽ പോലും പ്രവാചകനെ പറയുകയാണ്, മൻ ശരിബൽ ഖമറ യൻസിഉ മിൻഹുൽ ഈമാൻ കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി, അവനിൽ ഈമാൻ ഊരപ്പെട്ടു പോകുമേ, അവന്റെ തലയിലൂടെ ഖമീസ് ഊരുന്നത് പോലെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്ദങ്ങൾ പ്രയോഗിച്ച ആ പ്രയോഗം ഒന്ന് നോക്ക്. യൻസിഉ മിൻഹുൽ ഈമാൻ,
ഈമാൻ അവനിൽ നിന്ന് ഊരപ്പെട്ടു പോകും. ഈമാൻ ഊരിയ പിന്നെ എന്തായി ഉറക്കം പറയും? കാഫിറാൻ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. കാഫിറാൻ, അവനെ കുറിച്ചാണ് കാഫിർ. ഈമാൻ ഇല്ലെങ്കിൽ പോയില്ല, വിശ്വാസം ഇല്ലെങ്കിൽ പോയി, കഴിഞ്ഞു കഥ. ഈമാൻ അവരിൽ നിന്ന് ഊരപ്പെട്ടു പോകും അല്പം കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഉസ്താദെ അങ്ങനെയാണെങ്കിൽ ചെറുതായിട്ടൊക്കെ നമ്മൾ കുടിച്ചു പോയല്ലോ, എന്തപ്പോ കണ്ട് എന്നുള്ള ചിന്ത ഉള്ളവര് തൗബ ചെയ്തോളീൻ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എന്താ ആമീനൊക്കെ ഒരു കട്ടി പോലെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. തുടക്കത്തിൽ ദ്വാരുന്നുണ്ടെന്നപ്പോഴും ഞാൻ 1-2 പേരെ കണ്ടിങ്ങനെ പുറകിനെ കയ്യൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുക. ഇവിടെ തുടക്കത്തിൽ ഞാൻ ദ്വാരുന്നുണ്ടിരിക്കുക, അപ്പോഴും അവിടെ കസേരയുടെ പുറകെ ഇങ്ങനെ വെച്ചു ഞെളിഞ്ഞിരിക്കും. എന്താ അങ്ങനെ ആയിപ്പോയോ? നീർക്കുന്നൊക്കെ അങ്ങനെ ആയിപ്പോയോ? വളഞ്ഞ വഴി എന്നുള്ളത് റോഡ് കറക്റ്റാണ്, നമ്മുടെ വഴി വളഞ്ഞിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. എൻ്റെ വാപ്പ പണ്ട് എപ്പോഴും എക്സാമ്പിൾ പറയുന്ന ഒരു സംഭവമാണത്. പ്രസംഗത്തിൽ എപ്പോഴും ജാബായിൽ ഇരുന്നാണല്ലോ വാപ്പ സാലിഹ് ഉസ്താദ്, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകട്ടെ. എപ്പോഴും പ്രസംഗത്തിൽ പറയും വളഞ്ഞ വഴി എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ പോയി നോക്കണം, വളഞ്ഞ വഴി എപ്പോഴും നേരെയുള്ള റോഡാണെന്ന് പറയും. പക്ഷെ സ്ഥലപ്പേരെന്താണ്? വളഞ്ഞ വഴി എന്നുള്ള പേരാണ് എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ നമുക്കിനി വല്ല വളവ് വന്നിട്ടുണ്ടോ ഉണ്ടോ? ഇല്ലല്ലോ. ആമീൻ കട്ടി പറയണ്ട, ഉറക്കെ പറഞ്ഞല്ലോ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. വളരെ ശ്രദ്ധിക്കും. നിങ്ങൾ അശ്രദ്ധരാകരുത്. അശ്രദ്ധരായ നമ്മുടെ വിഷയത്തിൽ നിന്നെല്ലാം മാറിപ്പോവും. നിങ്ങളുടെ ശ്രദ്ധ പരിപൂർണമായിട്ട് ഇവിടെ ഉണ്ടാകണം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നബി തങ്ങൾ പറഞ്ഞത് അതാണ്, കമീസ് അവന്റെ തലയിൽ നിന്ന് ഊരുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ഈമാൻ ഊരപ്പെട്ടു പോകും സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈമാൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇതുവരെ ഉണ്ടായിട്ടുള്ളവർ പരിശുദ്ധ റമളാനെ മുൻനിർത്തിയിട്ട് തൗബ ചെയ്തോളീൻ. അല്ലാഹു തൗബയെ സ്വീകരിക്കട്ടെ. ലഹരി ഉപയോഗിക്കുന്നവർ പുകയില ഉൽപ്പന്നമായാൽ തന്നെയും സിഗരറ്റ് വലിക്കും, വലിച്ചുകൊണ്ട് അല്ലേ? ശൈഖുന തൻവീർ ഉസ്താദ്, എൻ്റെ ഉമ്മയുടെ ഉപ്പ, അദ്ദേഹം മഹാനുഭാവൻ രേഖപ്പെടുത്തി, പുകയില എന്ന് പറയുന്ന സംഭവം അത് ഉണ്ടായത് തന്നെ പിശാച് മൂത്രമൊഴിച്ച സ്ഥലത്ത് നിന്നാണ്. പിശാച് മൂത്രമൊഴിച്ച സ്ഥലത്ത് കിളിർത്ത വസ്തുവാണ് എന്ത്? പുകയില. അവിടുന്ന് ഉണ്ടായതാണ്. അതിൽ അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇവിടെയൊക്കെ ഈ പുല്ല് മുളച്ചിരിക്കുന്നത് ഒരു മഴയുടെ ഒക്കെ ഒരു പ്രതിഭാസ സംഭവം കാരണമായിട്ടാണ് ഈ പുല്ല് മുളച്ചത് എന്ന് പറഞ്ഞ പോലെ പിശാച് മൂത്രമൊഴിച്ചപ്പോൾ അവിടെ കിളിച്ചു വന്നതാണ്. അതിന്റെ അടിസ്ഥാനം അവിടെയാണ്. എന്ത്? പുകയിലയാണ്. അത് അദ്ദേഹം കിതാബിൽ നിന്ന് രേഖപ്പെടുത്തിയതാണ്. ആ പുകയിലയാണ് ചുരുട്ടിയിട്ട് നമ്മൾ വായിൽ വെച്ചിട്ട് വലിച്ചിട്ടെന്ന് പറയുന്നത് തലയ്ക്ക് പിടിച്ചില്ല എന്ന് പറയുന്നത്. അഥവാ പിശാചിന്റെ മൂത്രം തലയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് അത്തരത്തിലുള്ള പരിപാടികളൊക്കെ നിർത്തിക്കൊള്ളീൻ. തീരാൻ പോവാൻ ഏകദേശം അവസാന കാലഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അടയാളങ്ങളൊക്കെ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അല്ലാഹു നമ്മളെ സ്വാലിഹി ഉൾപ്പെടുത്തുമാറാവട്ടെ. അവസാനത്തെ സമുദായമായ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവസാന കാലഘട്ടത്തിൽ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ കാലഘട്ടത്തിന്റെ അഹ്ലുകാരായി നമ്മൾ മാറാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തഖൂമുസ്സാ ഇല്ലാ അലാ ശറാരിൽ ഖൽഖ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകം അവസാനിക്കില്ല സാബ, ഈ ലോകം നശിക്കുകയില്ല സാബ, ഇല്ലാ സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനതയുടെ മേലല്ലാതെ കാലഘട്ടക്കാരാകാൻ കൊതിക്കരുതേ, കൊതിക്കരുതേ. അവസാന കാലഘട്ടക്കാര് ഏറ്റവും മോശപ്പെട്ടവരാണ്, അവരുടെ മേലാണ് ലോകാവസാനം ഉണ്ടാവുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലാ തഖൂമുസ്സാ അലാ അഹദിൻ യഖൂലു അല്ലാഹ് അല്ലാഹ്. അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ ലോകം അവസാനിക്കില്ല സാബ, ഈ ലോകം അവസാനിക്കില്ല സാബ, അലാ അഹദിൻ യഖൂലു അല്ലാഹ് അല്ലാഹ്. അല്ലാഹ് അല്ലാഹ് എന്ന് ഒരാളെങ്കിലും ഈ ഭൂമുഖത്ത് പറയാനുണ്ടാവേ, ഈ ലോകം അവസാനിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അഥവാ അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോ ഒരൊറ്റ വീട്ടിൽ നിന്ന് ദിക്റില്ല, സ്വലാത്തില്ല, ഖുർആൻ ഓതില്ല. എല്ലാ വീട്ടിലും
സിനിമയാണ്, എല്ലാ വീട്ടിലും സിനിമയാണ്, എല്ലാ വീട്ടിലും അശ്ലീലത നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഈ ലോകം അവസാനിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലാ തഖൂമു സ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന് പറയുന്ന ഒരാളെങ്കിലും ഉണ്ടാകുമ്പോ ഈ ലോകം അവസാനിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ ഗൗസുൽ ആദം മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ കൊണ്ടുവന്ന റാത്തീബ് നമ്മൾ ശ്രദ്ധിച്ചില്ലയോ? മുഹയ്യദ്ദീൻ റാത്തീബ് ഓതുന്നവരില്ലയോ? അതിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളില്ലയോ? അവസാനമായി കൊണ്ടുവരുന്ന ദിക്ർ ഏതാണ്? അല്ലാഹു അല്ലാഹു അല്ലാഹ്. സദസ്സിലുള്ളവർ മുഴുവനും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബഹുമാനാർത്ഥം പടച്ച റബ്ബിലേക്ക് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് വിളിക്കുന്ന രംഗമാണ് അല്ലാഹു അല്ലാഹ് അല്ലാഹ്. കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് അല്ലാഹിലാണ്. അല്ലാഹ് എന്ന ഒരൊറ്റ കലിമത്തിലാണ്, ഒരൊറ്റ കലിമത്തിലാ. ആ വാക്ക് ഉച്ചരിക്കാത്ത അവസ്ഥയിലേക്ക് ഈ ലോകമെന്ന് എത്തിപ്പെടുന്നു. അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കെ ഒന്ന് പറഞ്ഞ എല്ലാവരും അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹ്. ഈ വാക്യെന്ന് പറയാതെ ഇരിക്കുന്നുവോ? ഒരാൾ പോലും പറയാത്ത അവസ്ഥയിലേക്ക് ഈ ലോകമെത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇന്ന് നമ്മൾ പറഞ്ഞത് നോക്കണ്ട, ഇനി ഒരു കാലഘട്ടം കടന്നു വരും. അന്ന് നമ്മുടെ മക്കളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മറക്കുകയാണ്, അന്ന് ദിക്ർ മറക്കുകയാണ്, അന്ന് സിനിമാ പാട്ടുകൾ പാടിയിട്ട് മക്കളെ താരാട്ട് പാടുകയാണ്, അന്ന് മക്കളെ ഇതാ സിനിമാ പാട്ടുകൾ പഠിപ്പിക്കുന്നതിലേക്ക് മാതാപിതാക്കൾ തയ്യാറാവുകയാ. ആ കാലഘട്ടം ഇന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ മക്കളെ റിയാലിറ്റി ഷോകളിലേക്ക് തള്ളിവിടാൻ വേണ്ടി മാതാപിതാക്കൾ തയ്യാറെടുക്കുന്ന ഒരു കാലഘട്ടം വരും. അന്ന് അല്ലാഹ് എന്ന് പറയാൻ ഒരാൾക്കും സമയമില്ല, ബിസ്മിമക്കളെ കൊണ്ട് പഠിപ്പിക്കാൻ സമയമില്ല, പരിശുദ്ധമായ ഖുർആൻ ഒന്ന് മക്കളൊന്ന് പരിപൂർണമായി ഓദിക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ല. ഉസ്താദ് ഒരു വീട്ടിലെത്തി തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ചേർത്ത് പിടിച്ചിട്ട്, ഉസ്താദേ എൻ്റെ മകന് 3 വയസ്സായി, എൻ്റെ മകന് 5 വയസ്സായി, ഇവൻ ഖുർആനോതും ഇവന്റെ ഫാത്തിഹ ഒന്ന് കേൾക്കണേ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ സൂറത്ത് ഉസ്താദുമാരുടെ മുന്നിൽ ഓദിക്കുന്നതിന് പകരം എൻ്റെ പൊന്നുമോൻ നല്ല ഡിസ്കോ ബ്രേക്ക് കളിക്കും, എൻ്റെ മകൾ നല്ല ഡാൻസ് കളിക്കും, അവൾ കഴിഞ്ഞ റിയാലിറ്റി ഷോകളിൽ ഫസ്റ്റ് വാങ്ങിയവളാണെന്ന് പറയുന്ന തലത്തിലേക്ക് ഇന്നത്തെ സമൂഹം മാറിയില്ലയോ? അഥവാ ഖുർആനല്ല നമുക്ക് ലക്ഷ്യം, ഖുർആൻ പഠിക്കലുമല്ല പഠിപ്പിക്കലുമല്ല, ഖുർആൻ ഓതലുമല്ല ഓദിക്കലുമല്ല, അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം മറക്കുന്ന സമൂഹമേ. ലാ തഖൂമു സ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന് പറയാത്തൊരവസ്ഥയിലേക്ക് ഈ സമൂഹം എന്നെത്തുന്നു. അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ടോ? ഉണ്ടോ? വീടും ഒക്കെ അങ്ങനെ എത്തിയിട്ടുണ്ടോ? വീടും അന്തരീക്ഷമൊക്കെ വന്നിട്ടുണ്ടോ? അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കള്ളുകുടി ചെറിയ വിഷയമല്ല, ചെറിയ വിഷയമല്ല. ലഹരി നുണയുക ചെറിയ വിഷയമല്ല. കോഴിക്കോട് ജില്ലയിൽ ഒരു സ്ഥലത്ത് നാദാപുരത്തിനടുത്ത് ഒരു പ്രദേശത്ത് വാതിന് വേണ്ടി പോയി. അപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞൊരു സംഭവം, സുബ്ഹാനല്ലാഹ്. തൊട്ടടുത്ത പ്രദേശത്ത് ഒരു സഹോദരൻ ഈ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് എഴുതി ഇപ്പോൾ നല്ല വിജയം കൊയ്യേണ്ട ഒരു പാവപ്പെട്ട പൊന്നുമോൻ മരണപ്പെട്ടു പോയി. എങ്ങനെയാണ് മരണപ്പെട്ടത്? നമുക്കറിയാം, ഒരു 3 മാസം മുമ്പ് കോഴിക്കോട് കേന്ദ്രമായിട്ട് ഒരു സ്റ്റാമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റാമ്പ് LSGO എന്നാണ് അതിന് പറയാ അല്ലേ? ആ സ്റ്റാമ്പ് നാവിനടിയിൽ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വെച്ചാൽ അടുത്ത ആഴ്ച വരെ അതിൻ്റെ എഫക്റ്റ് നിൽക്കും. ലഹരി ഇങ്ങനെ നുണഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. സ്റ്റാമ്പ് മതി, അല്ലാതെ ഇങ്ങനെ നമ്മൾ വരിച്ചു വിടുകയൊന്നും വേണ്ട. എന്ത് ചെയ്താൽ ഇത് നാക്കിനടിയിലോട്ട് വെച്ചിട്ട് ഇരുന്നാൽ മതി. എൽമിൻ്റെ സാസിലൊക്കെ ഇരുന്നാൽ നല്ല ഉള്ളതല്ലോ, സുഖമായിട്ടിരിക്കാം. ഇത് ഒരാഴ്ച നിൽക്കും എഫക്റ്റ്. അങ്ങനത്തെ സാധനമാണ്. ആവശ്യത്തിന് വേണേൽ മാറ്റാം.
ഇടയ്ക്ക് മാറ്റി വെക്കുക. ഇത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും എഫക്റ്റ്, ഒരാഴ്ച വരെ നിൽക്കും. അതിൻ്റെ നമ്മൾ ബബിൾക്കൊക്കെ വായിലിങ്ങനെ ചവയ്ക്കാതെ വെറുതെ ഇങ്ങനെ തേടി വെച്ചാൽ അല്ലേ, ചിലർ വല്ലു വരുന്നേക്കില്ല. ഈ ബബിൾക്കിൻ്റെ രാവിലെ വെച്ചിട്ട് റാഹത്തായിട്ട് റാഹത്തല്ലോ ഇസ്ലാമി അലി എന്ന് പറഞ്ഞാൽ, കാരണം ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും വളരെ റാഹത്ത്. ഗൾഫിൽ നിന്ന് വരുന്ന സാധനമായിരിക്കും, അത് വാങ്ങിച്ചിട്ട് പള്ളിയിലിട്ടുകൊണ്ട് വരും എന്ന് പറഞ്ഞവർ ഇത് നാക്കിനടി ഇങ്ങനെ വെച്ചിരിക്കുക. ഒരാഴ്ച കഴിഞ്ഞു, അടുത്ത ആഴ്ച ചെറുക്കന് നല്ല എഫക്റ്റ്, റാഹത്ത്, കൊള്ളാമല്ല പരിപാടി. ഒന്നുകൂടി അവൻ എന്ത് ചെയ്ത് 2 എടുത്തു വെച്ച്, അന്ന് അപ്പുറത്തും ഇപ്പുറത്തും ആൾ മയ്യത്തായി പോയി. അല്ലാഹു പൊന്നുമോന് പുറത്തു കൊടുക്കട്ടെ. 15 വയസ്സുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുസ്ലിം പയ്യൻ്റെ സഹോദരൻ്റെ കാര്യമാണ് പറഞ്ഞത്, കോഴിക്കോട് ജില്ലയിൽ. നമ്മൾ ചിന്തിക്കണം, കൊച്ചു കുട്ടികളൊക്കെയാണ് ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നത്. നമ്മളിത് പറയുമ്പോൾ നമ്മളിത് കളിതമാശയായിട്ട് എടുക്കരുത്. നമ്മളോർക്ക് നമ്മുടെ മകനതില്ല, എൻ്റെ മോക്കതില്ല, അങ്ങനെയൊന്നുമല്ല. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇന്ന് കള്ളുകുടിയും ലഹരി നുണയലും കൂടി വന്നിരിക്കുക. കള്ളു കുടിക്കൊന്നും വേണ്ട, ചെറിയ ചെറിയ ഇത്തരത്തിലുള്ളതാകുന്ന സംഭവങ്ങൾ കിട്ടുക, നാക്കിനടി വെച്ചിട്ട് ക്ലാസ്സിൽ വന്നിരിക്കുക. മലപ്പുറം ജില്ലയിൽ ഈ അടുത്തല്ലായിരുന്നോ ഒരു സ്കൂൾ കേന്ദ്രമായിട്ട് പഠനം നടത്തിയപ്പോഴത്തേക്ക് ഒരു സ്കൂളിൽ ക്ലാസ്സിൽ ഇരുന്നിട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഇരുന്നിട്ട് ഉറക്കം തൂങ്ങുക, ഒരുമിച്ച് ഒരു ബെഞ്ചിൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ തൂക്കമാണ്. അപ്പോൾ ഉറക്കമല്ല എന്ന് മനസ്സിലാക്കി, ഇവർക്ക് ഇങ്ങനെ ആടലും കൂടലും ഒക്കെ ഒന്ന് മനസ്സിലാക്കി ടീച്ചർ ശരിക്കൊന്ന് പരിശോധിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, കാലിൻ്റെ അടിയിൽ ബ്ലേഡ് കൊണ്ട് വരിഞ്ഞിട്ട് രക്തം ഇങ്ങനെ സ്വല്പം ഇങ്ങനെ കനിയുന്ന സമയത്ത് അതിലേക്ക് കഞ്ചാവ് വെച്ച് പാൻപരാഗിൻ്റെ പോലെയുള്ള സംഭവങ്ങൾ ഞെരിച്ചല്ല കൈകൊണ്ട് നല്ല മയപ്പെടുത്തിയിട്ട് അതിങ്ങനെ കാലിനടി ചേർത്ത് വെച്ചിട്ട് ഷോക്സ് നല്ലതുപോലെ ഇട്ടിട്ട് ഷൂവും കൂടെ ഇടുമ്പോൾ നല്ല റാഹത്ത്. കാരണം ഈ രക്തത്തിൻ്റെ ഇതിലോട്ട് അങ്ങോട്ട് കലർന്നിട്ട് തലേ വരെ അതിൻ്റെ അംശത്വം, ഈ കാലിനടി ഭാഗവും തലയും നല്ല ബന്ധമാണല്ലോ, കണക്ഷനാണ്. അപ്പോൾ നല്ല സുഖം. ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ A+B² M നല്ല റാഹത്തായിട്ടുണ്ട്, നല്ല തിരിയും. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ.